ബഹുമാന്യനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി, ഈ ധന്യമായ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വർക്കല ശിവഗിരി മഠം സ്വാമി അഭയാനന്ദ, വേദിയിൽ ഉപോക്തരായ മഹത്തുക്കളായ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കണക്ട കൾച്ചറൽ എക്സിബിഷൻ അതിൻ്റെ 10 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി വളരെ ശ്രദ്ധേയമായ, കാര്യമാത്ര പ്രസക്തമായ ഒരു സബ്ജക്റ്റ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. മൈത്രിയുടെ സാമൂഹിക പാഠങ്ങൾ. ഇവിടെ പ്രസംഗിച്ച സ്വാമിജിയും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കെ എസ് മാധവനും റവറൻ ബിപിൻ മാത്യു ഒക്കെ മൈത്രി എന്ന് പറയുന്ന ഒരു മഹത്തായ ആശയത്തെക്കുറിച്ച് വളരെ മനോഹരമായി രാഷ്ട്രീയവും സാമൂഹികവും ചരിത്രപരവും മതപരവും ഒക്കെയായി വളരെ ചെറിയ നിമിഷങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ മൈത്രി എന്ന് പറയുന്നത് വലിയൊരു സങ്കല്പമാണ്. ഞാൻ ആദ്യം ഒരു തമാശ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുക. കാരണം പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ കേരളത്തിലെ ഒരു പ്രശസ്ത പത്രപ്രവർത്തകൻ്റെ വീട്ടിൻ്റെ പേര് മൈത്രി എന്നാണ്. ഇസ്പത്തിന് എനിക്കും അറിയാവുന്ന വീടാണത്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ തമാശയൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ വീട്ടിൽ മൈത്രി എന്ന്? അപ്പോൾ ആ സമയത്ത് പത്രപ്രവർത്തകൻ പറഞ്ഞത്, ഈ നാടിലെ മൈത്രി ആലോചിച്ചിട്ടൊന്നും ഇട്ട പേരല്ലത്, എൻ്റെ 3 കുട്ടികളാണ്, അതുകൊണ്ടാണ് മൈത്രി എന്ന് ഇട്ടത്. അത് തമാശയാണെങ്കിലോ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു തമാശയായിട്ട് പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി, കോഴിക്കോടുകാരാണ്. ഞാനിങ്ങനെ ആലോചിക്കാം, ഇവിടെ ആളുകളൊക്കെ സംസാരിച്ചു നമ്മുടെ രാജ്യത്തിൻ്റെ മൈത്രി. മൈത്രി എന്ന് പറയുന്ന പദം മനുഷ്യരുമായി ബന്ധപ്പെട്ട. ദൈവത്തിൻ്റെ ഭൂലോകത്ത് നിരവധി ജീവജാലങ്ങൾ, അതിൽ ഹോമോസാപ്പിയൻ എന്ന ശാസ്ത്രീയ നാമത്തിൽ ആ മനുഷ്യനെ പരിചയപ്പെടുത്തുന്ന മാൻസ് തിങ്കിങ് എനിമല്ല, ചിന്തിക്കുന്ന മൃഗമെന്നാണ്. മറ്റ് ജന്തുജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തമാവുന്നത് ബുദ്ധിവൈഭവം കൊണ്ട്, ചിന്ത കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായ മനുഷ്യരിലെ ഒരുപാട് വികാരങ്ങളിൽ ഒന്ന് സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, സഹകരണത്തിന്റെ ഒക്കെ ആശയം. അപ്പം മനുഷ്യരുമായി ബന്ധപ്പെട്ടാണ് ഈ സ്നേഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി ഈ വിഷയത്തിന്റെ ചർച്ചയുടെ തലം എടുത്ത് പരിശോധിച്ചാൽ ആധുനിക കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത്, ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മാധവൻ പറയുകയുണ്ടായി, പുതിയ കാലത്ത് സ്നേഹം പറയേണ്ടവർ സ്നേഹത്തെക്കുറിച്ച് ഞാൻ അടുത്തൊരു ലേഖനം വായിച്ചത്, മതേതര ദുർബല പ്രദേശമാണ് മലപ്പുറം. ഞാൻ ആലോചിച്ചു, ഇത്രയേറെ സയൻസ് ഉപയോഗിച്ചു, മതേതര ദുർബല പ്രദേശം. അപ്പൊ അങ്ങനെ നമ്മുടെ സയൻസ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ചരിത്രത്തില് അത് രാഷ്ട്രീയമായി ബന്ധമുണ്ടാവും, അത് സംസ്ഥാന രാഷ്ട്രീയമാവും, അന്തർദേശീയ രാഷ്ട്രീയമാവും, ദേശീയമാവും. അപ്പൊ നിങ്ങൾക്കറിയാം, മനുഷ്യൻ ദുർബലനായിക്കൊണ്ടിരിക്കുന്നുള്ളതിന് വലിയ തെളിവൊന്നുമുണ്ട്. കോടാനുകൂടി സമ്പത്തുള്ള സ്വാധീനമുള്ള മനുഷ്യൻ ഏടി വരുമ്പോഴേക്ക് വെട്ടിവെക്കുകയാണ് തലയിലേക്ക്. അപ്പം മനുഷ്യനിങ്ങനെ ദുർബലനായി, ബലഹീനനായി, ക്ഷീണിതനായി, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, പർവ്വത സമാനമായ വെല്ലുവിളികളെ ഒക്കെ അതിജീവിക്കാൻ കരുത്തില്ലാതെ പോകുന്നത്. ഇന്നിപ്പോൾ കണ്ടത് 3 സഹോദരിമാരൊക്കെ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. അപ്പം മനുഷ്യൻ ദുർബലമാവും. ഈ മനുഷ്യരിലുള്ള ഒരു സംഗതി മൈത്രി, അത് നമ്മുടെ രാജ്യവുമായി കണക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ പേരുമായി തന്നെ ഞാൻ കണക്ട് ചെയ്ത് പറയാം. കണക്ട് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് വിവിധങ്ങളായ മതങ്ങളുടെ, വിവിധമായ സംസ്കാരങ്ങൾ ഒരു ക്ലോറോഫോം എഫക്റ്റിൽ പ്രവാഹമായി രാജ്യത്ത് കടന്നു വന്നപ്പോൾ രാജ്യം ഒരു ഭരണഘടനയെക്കുറിച്ച് ആലോചിക്കുക. നമ്മൾ റിപ്പബ്ലിക് ദിനം ആചരിച്ചത് ഭരണഘടനയെക്കുറിച്ച് ആലോചിക്കും. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ HP കാമത്ത് പറയുന്നുണ്ട്, ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാവണം. വളരെ വിശദമായ ചർച്ചയാണ്. ദൈവനാമധേയത്തിൽ പാടില്ല എന്ന് പറഞ്ഞ് വോട്ട് ഇടേണ്ടി വന്നു. ആ വോട്ട് ഇട്ടപ്പോഴാണ് നമ്മൾ ഈ രാജ്യത്ത് വിവിധ പീപ്പിൾ ഓഫ് ഇന്ത്യ ആവുന്നത്. ജാതി പോയി, മതം പോയി. ആ വിവിധ പീപ്പിൾ ഓഫ് ഇന്ത്യയിൽ നമ്മൾ കെട്ടിപ്പൊക്കിയ വലിയൊരു സംഗതിയുണ്ട്, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിൽ ഏകത്വം. അങ്ങനെ നമ്മുടെ രാജ്യം കെട്ടിപ്പൊക്കി. പക്ഷെ ഇന്നത്തെ പത്രത്തിന്റെ എഡിറ്റോറിയൽ കണ്ടത് ചർച്ച ചെയ്യപ്പെടുന്ന പദം എന്തരോ, ഹേറ്റ്. രാജ്യത്ത് വിദ്വേഷത്തിന്റെ മിസൈലുകൾ പടർത്തിവിടുന്ന ആളുകൾക്കെതിരെ നിയമം ഉണ്ടാക്കണമോ എന്ന് രാജ്യം ഇപ്പൊ ചർച്ച ചെയ്തുകൊടുക്കുക. മീഡിയ വാച്ച് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ 103 ഹേറ്റ് പ്രസംഗം, 103 വിദ്വേഷത്തിന്റെ പ്രസംഗം. അപ്പൊ ഇവിടെ നേരത്തെ മാധവൻ സാറ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഈ മൈത്രിയുടെ സന്ദേശം കൊണ്ടാകുന്ന മിഷണറി പ്രവർത്തനം. ഞാൻ അച്ഛനോട് പറയായിരുന്നു, ഞാൻ
കേരളത്തിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഓർഫനേജിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മിഷണറി വർക്ക് നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് പാതിരിമാരെ നോർത്ത് ഇന്ത്യയിൽ തല്ലിക്കൊണ്ട്. മൈത്രിയുടെ ഒരു ചെറിയ ചിത്രം പറഞ്ഞത്, മൈത്രി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ച എല്ലാ മാനവിക മൂല്യങ്ങളെയും തകർക്കുന്ന വിധത്തിൽ. ഇതിനൊന്നും മതം ഉത്തരവാദിയല്ല, മതം ഒരിക്കലും ഉത്തരവാദിയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഞാൻ ഈ മൈത്രിയെ കുറിച്ച് കേരളക്കരയിൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പരിപാടി ഇത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നദീം സാഹിബ് ഒക്കെ എടുക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ അറിയപ്പെടുന്ന ഒരു വലിയ പണ്ഡിതൻ, ഞാൻ ആ പണ്ഡിതന്റെ പേര് പറഞ്ഞില്ല, ഉണ്ണിച്ചീരുവിന്റെ മുല കുടിച്ച് വളർന്ന പണ്ഡിതനുണ്ട്. ഉണ്ണിച്ചീരുവിന്റെ മുല കുടിച്ച് വളർന്ന ഒരു വലിയ പണ്ഡിതൻ ഈ കേരളീയ ജമാഅത്തെ ഇസ്ലാമിയുടെ ലീഡർഷിപ്പ്. അത്രയേറെ സാമുദായിക മൈത്രിയുടെ കൊടുക്കലും വാങ്ങലും ഒരു പാലം പണിക്ക് സംസ്കാരമായി വളർന്നു വന്ന് ആ ലോകത്ത് ഇപ്പൊ പുതിയ പുതിയ സംഗതികൾ പറഞ്ഞല്ലോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില പ്രസംഗങ്ങളൊക്കെ അത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ അത് പൊളിറ്റിക്സ് ആണ്. ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് പോസിബിൾ, സാധ്യതയുടെ കലയാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇന്നലെ ഒരു പത്രത്തിന്റെ ഹെഡിങ് എന്തല്ലോ, പെരുത്തവും കണിച്ചിക്കുളകരവും ഒരിക്കലും ഒന്നാവില്ല. പെരുന്നയും കണിച്ചിക്കുളകരയും ഒരിക്കലും ഒന്നാവില്ല, ഒരു തലക്കെട്ടാണ്. ആരാ ഇങ്ങനെ എഴുതാൻ കാരണം? നമ്മളെ ലോകത്ത്, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ദുർബലമായ ചില സംഗതികളുമായി രാജ്യം മുന്നോട്ട് പോവുക. രാജ്യത്ത് മനസ്സിലാക്കേണ്ട കുറേ സംഗതികളുണ്ട്. ഇപ്പം രാജ്യത്തെ മൈത്രി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാം, നമ്മുടെ രാജ്യത്തിലെ മൈത്രി വലിയ അപകടത്തിന്റെ മുഴമ്പിലാണ്. ഒരു സിഗ്നലുണ്ട്. ഈ അടുത്ത് KN കുഞ്ഞാമത്ത് ഒരു കഥ എഴുതി. ആ കഥ ഇതാണ്. കാരണം നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയായിരുന്നല്ലോ, പ്രത്യേകിച്ച് മൈസൂരിൽ മൈസൂർ പാക്കിന്റെ പേര് മാറ്റാൻ പോകുന്നത്. അപ്പൊ KN കുഞ്ഞാമത്ത് കഥ എഴുതി. അതായത് സമൂസയും കട്ട്ലേറ്റും നടന്നു വരുന്നത് പാകിസ്ഥാൻ മുക്കിൽ വെച്ച് കാണുന്നത്. അപ്പൊ കട്ട്ലേറ്റ് സമൂസയോട് പറയാ, ഉടനെ നീ പേര് മാറ്റിക്കഴിഞ്ഞ് പ്രശ്നമായി പോകും. അതൊരു കഥയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ മൈത്രി എങ്ങോട്ടാണ് മൈനസ് ആവുന്നത്? മൈത്രി മൈനസ് ആയിക്കൂടാ. നമ്മൾ ഈ രാജ്യത്ത് സാഹോദര്യത്തിൽ, ഞാനിപ്പോ ഇസ്ലാമിക പണ്ഡിതന്റെ ഒക്കെ കഥ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് എത്രയെത്ര. പാകിസ്ഥാനിലെ നൂർ എന്ന് പറയുന്ന പെൺകുട്ടി ബാംഗ്ലൂരിലെ നാരായണ ഹൃദയാലയത്തിലേക്ക് ഹൃദയം മാറ്റി വെക്കാൻ വരുമ്പോൾ രാജ്യം 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. രാജ്യത്തിന്റെ ചരിത്രത. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ പോവുക, ജിന്നയുടെ കബറടം കാണാൻ പോകാൻ. അതൊക്കെ ഒരു ഹണിമൂൺ കാലം ഇട്ടിരുന്നു. രാഷ്ട്രീയത്തിന്റെ, സംസ്കാരത്തിന്റെ, സാമൂഹികതയുടെ ഒരു ഹണിമൂൺ കാലം. എല്ലാം ദുർബലമാക്കുക. ആ ദുർബലത നമ്മൾ കണ്ടുകൊണ്ടുവരാണ് ഈ വിഷയം ഗഹനമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന മൈത്രി എന്ന് പറയും. ഈ രാജ്യത്തിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമില്ലാത്തവനും മതമുള്ളവനും എല്ലാം ഒരമ്മ ഒറ്റ മക്കളെ പോലെ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, വികാസത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി പൊരുതണം. എത്ര കാലമായി നമ്മളിപ്പോ നീണ്ട 10 കൊല്ലക്കാലം, കഴിഞ്ഞ 10 കൊല്ലക്കാലം ഞാനിപ്പോ മാധവ് സാറിന്റെ മുഖം നോക്കിയത്, നമ്മൾ ഒന്നിച്ച് ഫറൂഖിൽ ഒരു പരിപാടി പങ്കെടുത്തു. മാധവ് സാർ മറുതൊന്നും അറിയില്ല. ഫറൂഖില് എന്തായാലും രാജ്യത്തിലെ പൗരത്വ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ 2 പേരുമായിരുന്നു പ്രവാസികരായിട്ട്. അപ്പൊ രാജ്യം ഓരോ സമയത്തും ഓരോ കാലത്തും ഈ മൈത്രി എന്ന് പറയുന്ന മഹത്തായ സങ്കല്പം, അതൊരു സാമൂഹിക പാഠം എന്ന് ഇവിടെ വിലയിരുത്തിയത്, അത് സാമൂഹിക പാഠമാണ്, മാനവിക പാഠമാണ്, ജീവന്റെ പാഠം. ഇപ്പൊ ഇടത്തനാട്ടുകാരുടെ പുസ്തകം ഇപ്പൊ എന്റെ കയ്യിൽ, ഞാൻ വെറുതെ ജസ്റ്റ് അതിന്റെ ഫ്രണ്ട് പേജ് വെച്ചപ്പോ അതിൽ പറഞ്ഞത്, മനുഷ്യൻ വികലാംഗനാകുന്ന എപ്പോന്നല്ലോ, കയ്യും കാലും പോകുന്നല്ല, ഓന്റെ ആന്തരികമായി തകരുമ്പോ, ഓന്റെ ഹൃദയം വൃത്തികേടാകുമ്പോഴാണ് വികലാംഗൻ അദ്ദേഹം ആമുഖം എഴുതി വെച്ചത്. സത്യം കറക്റ്റാണ്. മനുഷ്യൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിനെ ദുർബലമാക്കുന്ന വിധത്തിൽ രാജ്യത്ത് ഓരോ സംഗതികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാവരും, അത് രാഷ്ട്രീയ രംഗത്തുള്ളവരായിരുന്നാലും ആ ആളുകളൊക്കെ ഒന്നിച്ചു നിന്ന് ഇതിനെ ഒന്ന് പിന്നെ അതിനെ പറയുന്ന പാച്ച് വർക്ക് ചെയ്യണം. പാച്ച് വർക്ക് ചെയ്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഓരോരോ വിഷയം, ഇപ്പൊ നിങ്ങൾ ആലോചിക്കൂ, ഞാൻ രാഷ്ട്രീയം പറയല്ല, നമ്മളെ രാജ്യത്ത് കഴിഞ്ഞ 10 കൊല്ലക്കാലം ആസ് എ ലോയർ, ഒരു വക്കീൽ നിലയ്ക്ക് ഞാൻ ആലോചിച്ചു പോയിട്ട്, ഹിജാബ് വരുന്നു, ഹലാല് വരുന്നു, ജിഹാദ് വരുന്നു. എന്താ നമ്മുടെ രാജ്യം എങ്ങോട്ടാ പോകുന്നത്? മൈത്രി അപകടപ്പെടാൻ പോവുകയാണ്. ഈ അപകടപ്പെടുക എന്ന് പറയുന്നത്, അപകടപ്പെടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, അത് ഫാസിസം എന്ന് പറഞ്ഞ പദം ഞാൻ പറയുന്നില്ല. ഫാസിസം എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ മിഷനറി പ്രവർത്തകന്മാരായിരുന്നാലും ആരായിരുന്നാലും അതിനൊക്കെ എതിരായി വരുന്ന ഒരു സംഗതി വരുമ്പോഴാണ് കോടതികൾ പോലും, ജുഡീഷ്യറി പോലും, ഏറ്റവും അവസാനം ജുഡീഷ്യറി ഒരു വാക്ക് പറഞ്ഞിട്ടേ, ഏറ്റവും പാവപ്പെട്ടവന്റെ കുടിലിലേക്ക് പോലും കയറി ചെല്ലാൻ ഒരു തീവ്ര ഫാസിസ്റ്റ് ഭരണാധികാരിക്ക് നിയമം അനുവദിക്കുന്നില്ല. ബുൾഡോസർ രാജിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ജനാധിപത്യത്തിന്റെ അർത്ഥം എന്താണ്? ജനാധിപത്യത്തിന്റെ അർത്ഥം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പിറ്റ് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത്, രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ അവർ സന്തുഷ്ടരായി ജീവിക്കുന്ന ഒരു സമൂഹമായി രാജ്യം മാറുമ്പോൾ
രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ പരീക്ഷണത്തിൽ അത് രാജ്യം സമ്പൂർണ്ണമായി മൈത്രിയുടെ അടയാളമുള്ള രാജ്യമായി മാറും. അങ്ങനെ മൈത്രിയുള്ള അടയാളമുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റണമെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഈ പറയുന്ന അപകടകരമായ ചിന്തകളെ അല്ലെങ്കിൽ അപകടകരമായ ആശയങ്ങളെ അത് നമ്മൾ തികച്ച ജനാധിപത്യ മാർഗത്തിൽ പരാജയപ്പെടുത്തുമ്പോഴാണ് ഈ മൈത്രിയുടെ സാമൂഹിക പാഠങ്ങൾ എന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യപ്പെടും. ഇപ്പോ ഞാൻ പറയാം, ഗാന്ധിജി, ഇന്നലെ നമ്മളിപ്പോ ഗാന്ധിജിയെ അനുസ്മരിക്കേണ്ടായി. ഗാന്ധിജിയുടെ സബർമതിയിലെ ആശ്രമത്തിലെ അവിടുത്തെ വിസിറ്റേഴ്സ് ബുക്കിൽ ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് പോയിട്ട് അദ്ദേഹം ഫാസിസ്റ്റാണ്. അദ്ദേഹം എഴുതി വെച്ചത്, നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ ചതിച്ചവനാണ്, അതുകൊണ്ട് ഞങ്ങളൊന്നും നിങ്ങളെ ശപിച്ചു. സബർമതിയിലെ വിസിറ്റേഴ്സ് ബുക്കിൽ എഴുതി വെച്ചതാണ്, നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ ചതിച്ചവനാണ്. എവിടെയാ ചതി? ഈ രാജ്യത്തിലെ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ലാഹോറിലേക്ക്, റാവൽപിണ്ടിയിലേക്ക്, കറാച്ചിയിലേക്ക് ട്രെയിനിന്റെ മുകളിൽ കയറി ആളുകൾ പാലായനം ചെയ്യുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ ജാതീയമായ മതപരമായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കലാപത്തിന് വിത്തുപാകുന്ന ഒരു കാലത്ത് അരുത് എന്ന് പറഞ്ഞതാണോ ഗാന്ധിജിയുടെ തെറ്റ്? അപ്പൊ നിങ്ങൾ ഗാന്ധിജിയെ കുറിച്ച് പോലും, നെഹ്റുവിനെ കുറിച്ച് പോലും ഈ രാജ്യത്ത് അപകടകരമായ സിഗ്നൽ ഉയർത്തുന്ന ആളുകൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മൈത്രി ദുർബലമാക്കണം. നമ്മുടെ മൈത്രി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു സംഗതി, കോഴിക്കോട്ടെ മാൻഹോളിൽ നിന്ന് നൗഷാദ് അദ്ദേഹം അതിഥി തൊഴിലാളികളെ രക്ഷിച്ചപ്പോഴാണ് ചില വർഗീയ വർത്തമാനം വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും പറയേണ്ടി വന്നു, കേരള തകാടി. അങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇക്കാലത്ത് മനുഷ്യന്റെ ജീവൻ അപകടത്തിലാവുമ്പോൾ, ഒരു അപകടകരമായ ഒരു മുനമ്പിൽ നിൽക്കുമ്പോൾ അയാളുടെ ജാതി നോക്കിയോ മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ ഒന്നുമല്ലല്ലോ നമ്മൾ സഹായത്തിന്റെ, സ്നേഹത്തിന്റെ ആ കൈ ഉയർത്തിപ്പിടിക്കുന്നത്. അത് നമ്മൾ ഈ രാജ്യത്ത്, ഞാൻ പറയട്ടെ, എല്ലാ വിഭാഗം ആളുകളും ഇപ്പൊ നിങ്ങൾ പത്രം ഏറ്റവും അവസാനം കേരളത്തിൽ പറയും, കേരളത്തിൽ തിരുനാവായയിൽ കുംഭമേള നടക്കും. ഞാനിപ്പോ യൂട്യൂബിൽ കാണുന്ന സംഗതി എന്താ വെച്ചാല്, ആ കുംഭമേളയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾക്ക് നാരങ്ങ വെള്ളം നൽകാൻ മുഹമ്മദും അക്ബറും അഷ്റഫും മത്സരം. എന്താ അതിന്റെ അർത്ഥം? മനോഹരമായ ചിത്രം അവിടെ കാണുന്നത്, മനോഹരമായ ചിത്രമാണ് കുംഭമേളയിൽ അടക്കം കാണുന്നത്. എന്നിട്ട് അതിനിടയിൽ യൂട്യൂബിൽ RSSന്റെ ഒരു കമന്റ്, ഇതിലും മാപ്പിളാർ കച്ചവടം നടത്തിയല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്ത് ഈ മതമൈത്രി നിലനിൽക്കണം, ഈ സാമുദായിക മൈത്രി നിലനിൽക്കണം, ഈ മാനവിക മൈത്രി നിലനിൽക്കണം, ഈ സാഹോദര്യത്തിന്റെ ദീപശിഖ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. അത് ദുർബലമാക്കുന്ന ഒരു മഹാമാരിക്ക് മുമ്പിലും ഞാൻ അടിവരയിടുന്നു. കീഴടങ്ങാനാവില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഇത്തരം സെമിനാറുകൾക്ക് സാധ്യത കാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.